ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇല്ലിഗൽ എല്ലാ ദിവസമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകൾ കിടക്കാം. നമ്മളെ ബഡ്ജറ്റ് ഇന്നലെ കഴിഞ്ഞു. ബഡ്ജറ്റിൻ്റെ പ്രധാന ട്രേഡേഴ്സിനെ സംബന്ധിച്ച് സ്വാധീനിക്കുന്ന ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള STT ചാർജിൻ്റെ ആ വാർത്ത ഇന്നലെ എനിക്ക് തോന്നുന്നു നമ്മളാണ് ഏറ്റവും ആദ്യം തന്നെ യൂട്യൂബിലും ഇൻസ്റ്റയിലും വീഡിയോ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് എല്ലാ ആളുകളും അത് കണ്ടു കാണും. എന്താണ് ബഡ്ജറ്റിൽ ഉള്ള ഔട്ട്കം, ട്രേഡേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ വന്ന ഔട്ട്കം കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. ആ ഒരു കഥ ഇന്നലെ അവിടെ കഴിഞ്ഞു. അതിനുശേഷം ഇന്ന് രാവിലെ പ്രീ മാർക്കറ്റ് സമയത്ത് നേരെ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുന്ന സമയത്ത് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഇടിവില്ല. അപ്പോൾ ഒരു നെഗറ്റീവായ കാര്യം, അതിപ്പോൾ കൊറോണ അല്ലെങ്കിൽ യുദ്ധം അല്ലെങ്കിൽ താരിഫ് അങ്ങനെയുള്ള സിനാരിയോയിൽ രാവിലെ നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുന്ന സമയത്ത് ഗിഫ്റ്റ് നിഫ്റ്റി വലിയ തോതിൽ ഇടിയുവാണെങ്കിൽ നമുക്ക് അന്ന് മാർക്കറ്റ് നെഗറ്റീവാണെന്ന് അസ്യൂം ചെയ്യാം. എന്നാൽ നിഫ്റ്റി ഇടിവല്ല എങ്കിൽ നമ്മൾ എന്താ അസ്യൂം ചെയ്യുന്നത്? മാർക്കറ്റ് അത് ഡൈജസ്റ്റായി എന്നല്ലേ അസ്യൂം ചെയ്യേണ്ടത്. അത് തന്നെയാണ് പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുള്ളൂ. മാർക്കറ്റ് മേ ബി അത് ഡൈജസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. ഇങ്ങനൊരു നെഗറ്റീവായ കാര്യം വന്നു, അത് ഡൈജസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. അപ്പോഴും ഞാൻ സംസാരിച്ചത് മാർക്കറ്റ് പെർസ്പെക്റ്റീവിലാണ്. പക്ഷെ അത് ചില ആളുകൾക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ എന്നെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായ രീതിയിൽ ഒരുപാട് കമൻറ്റുകൾ ആളുകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ അവിടെ തന്നെ ഉണ്ട്, ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് മാർക്കറ്റിൽ എന്താണ് കാണുന്നത് അല്ലെങ്കിൽ മാർക്കറ്റിൽ എന്താണ് വാർത്ത, അതാണ് നമ്മൾ ഡെലിവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ബഡ്ജറ്റിൽ STT ചാർജ് 150% ഉയർത്തി എന്നുള്ളത് ഒരു വാസ്തവമാണ് അല്ലേ? അത് ഒരു സത്യമാണല്ലോ. അത് ആ സൈഡിൽ നിൽക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ വേറൊരു സത്യമല്ലേ നമ്മുടെ GDP ഫോർകാസ്റ്റ് 7% നിലനിർത്തിയത്. നമ്മൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കൺട്രി ആണെന്നുള്ളതൊരു സത്യമല്ലേ? അപ്പോൾ ഇതൊരു സത്യമാണെങ്കിൽ ഇതൊരു സത്യമാണ്. അപ്പോൾ രണ്ടും ഒരേപോലെയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ FISനെ സംബന്ധിച്ച് അവരെ ഭാഗത്തു നിന്ന് ഇന്ന് ഒരു സെല്ലിങ് ഇല്ല. ഗിഫ്റ്റ് നിഫ്റ്റിയിൽ അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ നമുക്കില്ല. അപ്പോൾ ഇത് ഡൈജസ്റ്റായി എന്നുള്ള പെർസ്പെക്റ്റീവിൽ ഞാൻ അത് ന്യൂസിൽ പറയുന്നത് കൊണ്ട് എന്താണ് അതിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിവേ മാർക്കറ്റ് ഗംഭീരമായിട്ട് തന്നെ റാലി രേഖപ്പെടുത്തി. സെൻസെക്സ് 944 പോയിൻറ്റിൻ്റെ ഒരു റാലി രേഖപ്പെടുത്തി. നിഫ്റ്റി ഇന്ന് 263 പോയിൻറ്റ് ഒരു റാലി രേഖപ്പെടുത്തി. പ്രീ മാർക്കറ്റിൽ പറഞ്ഞത് അതേപോലെ വന്നു എന്നുള്ള യാതൊരു അവകാശവാദത്തിനും ഞാനില്ല. എൻ്റെ പോയിൻ്റ് ഇത്രേ ഉള്ളൂ. ന്യൂസിൽ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മൾ പറയാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം തന്നില്ല എങ്കിൽ പല കാര്യങ്ങളും പറയാനായിട്ട് നമ്മൾ മടിക്കും. അപ്പോൾ നമ്മൾ ചാനൽ നിഷ്പക്ഷമായിട്ടാണ് നിൽക്കുന്നത്. ഡേറ്റ അതേപോലെ തന്നെ പറയാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ അങ്ങനെ പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോടൊരു ചായ്വും ഇല്ല. രാഷ്ട്രീയം തന്നെ നമ്മൾ പറയാറില്ല. ഈ ഇലക്ഷൻ്റെ സമയത്ത് തന്നെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽ വേറെ ചാനലിൽ നിന്ന് എടുക്കാം. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് പെർസ്പെക്റ്റീവിൽ നിന്ന് മാത്രമാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. എനിവേ IT സെക്ടറും ഇന്ന് ശക്തമായിട്ടുള്ളൊരു റാലി രേഖപ്പെടുത്തി. ഈ ക്യാപിറ്റൽ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ പോലും അത് ഡൈജസ്റ്റായി. BSEയും ഏഞ്ചൽ വണ്ണും എല്ലാം തന്നെ ഇന്ന് റിക്കവറി രേഖപ്പെടുത്തി. M&M ഉൾപ്പെടെയുള്ള കമ്പനീസിൻ്റെ ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഓട്ടോ സെയിൽസിൽ മികച്ച ഓട്ടോ സെയിൽസ് റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ടാറ്റ മോട്ടോഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഗംഭീരമായിട്ടുള്ള റാലി രേഖപ്പെടുത്തി. മികച്ച സെയിൽസ് അല്ലേ അവർക്ക് ഉള്ളത്. ടോപ്പ് ഗെയിനേഴ്സ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അത് തന്നെയല്ലേ. പവർ ഗ്രിഡ്, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ 5% റാലി. അദാനി പോർട്ടും ടാറ്റ കൺസ്യൂമറും ഭാരത് ഇലക്ട്രോണിക്സും എല്ലാം തന്നെ റാലി രേഖപ്പെടുത്തിയ കമ്പനീസാണ്. ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത് ശ്രീരാം ഫിനാൻസ്, ആക്സിസ് ബാങ്ക്, മാക്സ് ഹെൽത്ത് കെയർ, ഇൻഫോസിസ്, സിപ്ല തുടങ്ങിയ കമ്പനീസാണ്. ഗ്ലോബൽ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്ന ടോപ്പിൽ ഗോൾഡ് 99 പോയിൻറ്റ് ഇടിഞ്ഞു, അതായത് 2%, 4700 ശക്തമായൊരു ഇടിവ്. സിൽവർ 83, ബിറ്റ് കോയിനും 77, ബ്രന്റ് ഓയിൽ 66, നാച്ചുറൽ ഗ്യാസ് 3.6, ഗിഫ്റ്റ് നിഫ്റ്റി 25,145. ഈ ഒരു പോർഷനാണ് ഞാൻ പറഞ്ഞത്. ഏതാ ഗിഫ്റ്റ് നിഫ്റ്റീനെ പറഞ്ഞതാണ് ഇന്ന് ആകെ പ്രശ്നമായിട്ടുള്ളത്. ഡോ ഫ്യൂച്ചർ നെഗറ്റീവ്, യൂറോപ്യൻ മാർക്കറ്റ് അല്ലെങ്കിൽ എല്ലാം തന്നെ നെഗറ്റീവാണ്. ജർമ്മൻ മാർക്കറ്റും ഫ്രാൻസും UK മാർക്കറ്റ് ഏറ്റവും താഴെ പോസിറ്റീവായ രീതിയിൽ നിലകൊള്ളുന്നുണ്ട്. ഇനി ഇത് നമ്മുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. സ്ട്രൈക്ക് പ്രൈസ്, സ്പോട്ട് പ്രൈസ് ഒക്കെ കാണാം. അതീവ ബുള്ളിഷ് അല്ല, കാരണം PCR 0.9 ആണ്. 26,000 ആണ് ഏറ്റവും കൂടുതൽ ഹയർ കോൾ റേറ്റിംഗ് ഉള്ളത്. കൂടാതെ 25,500 നല്ലൊരു കോൾ റേറ്റിംഗ് ഉണ്ട്. മാക്സ് പെയിൻ 25,050 ആണ്. എക്സ്പെക്റ്റഡ് എക്സ്പയറി 25,050 എന്ന റേഞ്ചിലാണ്. അപ്പോൾ ഇതാണ് ഡേറ്റയാണ് കാണുന്നത്. നമ്മൾ മുമ്പിലുള്ളത് എല്ലാ കാര്യങ്ങളും ഡേറ്റയാണ്.
അപ്പോൾ എനിവേ നേരെ നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇതും ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല, സ്റ്റോക്കുകളുടെ വാർത്ത പറയുന്നത് പോലും നമ്മൾ ആ ഒരു അണ്ടർലൈനിൽ നിന്ന് ആ ഒരു ഇൻവെർട്ടർ കോമയുടെ അകത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ഇതും ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല എന്നുള്ളത്. അതായത് സ്റ്റോക്കുകളുടെ വാർത്തകൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ പറയുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഡബിൾ ആയ രീതിയിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. എനിവേ ബജാജ് ഹൗസിംഗ് നെറ്റ് പ്രോഫിറ്റ് 21% ഒരു വളർച്ച കണ്ടു എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. ടാറ്റ കെമിക്കൽ ലോസ് കൂടി, 53 കോടി രൂപയിൽ നിന്ന് ലോസ് 93 കോടി രൂപയ്ക്ക് ലോസ് കൂടി, റവന്യൂ ഡിക്ലൈനായി. സിറ്റി യൂണിയൻ ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 16% ഉയർന്നു. ഭാരത് ഫോർജ് കമ്പനി ഇവർ 300 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു. പവർ ഗ്രിഡ് ഇവരുടെ ഗൈഡൻസ് കമ്പനി ഉയർത്തി, റവന്യൂ ഗൈഡൻസ് ഉയർത്തി. സ്റ്റോക്ക് ഇന്ന് പോസിറ്റീവ്ലി റിയാക്ട് ചെയ്തു, ടോപ്പ് ഗെയിനേഴ്സിൽ വന്നല്ലോ. ഡാംബർ ഷുഗർ നെറ്റ് പ്രോഫിറ്റ് 15 കോടി രൂപയിൽ നിന്ന് 26 കോടി രൂപയിലേക്ക് ഉയർന്നു. PG ഇലക്ട്രോപ്ലാസ്റ്റ് കമ്പനി ഇവർ നെറ്റ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് 39 കോടി രൂപയിൽ നിന്ന് 62 ഉയർന്നു. അദാനി പോർട്ട് ഇവിടെ ലോജിസ്റ്റിക് വോളിയം എല്ലാം തന്നെ ശക്തമായിട്ട് കൂടി 3%. പിന്നെ റെയിൽടെൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 65 കോടി രൂപ ഈ തവണയും 65 കോടി രൂപ ഫ്ലാറ്റാണ്. സിറ്റി യൂണിയൻ ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 280 നിന്ന് 330 കൂടി. ഏതൻ എനർജി നെറ്റ് ലോസാണ് കമ്പനി. കഴിഞ്ഞ തവണ 197 കോടി രൂപ ലോസ്, ഇത്തവണ ലോസ് ഒന്ന് കുറഞ്ഞു, 84 കോടി രൂപ ലോസ്. ബജാജ് ഹൗസിംഗ് നെറ്റ് പ്രോഫിറ്റ് 550 നിന്ന് 660 ഉയർന്നു. മണാലി പെട്രോ നെറ്റ് പ്രോഫിറ്റ് 5 കോടി രൂപയിൽ നിന്ന് 68 കോടി രൂപയിലേക്ക് ഉയർന്നു. UPL ഫെർട്ടിലൈസർ കമ്പനിയാണ്. ആദ്യം ഇവരുടെ റവന്യൂ ഫോർകാസ്റ്റ് കമ്പനി ഉയർത്തി. കൂടാതെ ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് 830 നിന്ന് 400 കോടി രൂപയിലേക്ക് ഇടിഞ്ഞു. പക്ഷേ റവന്യൂ അവർക്ക് ശക്തമായിട്ട് കൂടി, അതായത് 11,900 നിന്ന് 12,300 ഉയർന്നു. ഹുണ്ടായി മോട്ടേഴ്സ് നെറ്റ് പ്രോഫിറ്റ് 11,060 നിന്ന് 12,040 ഉയർന്നു. മഹീന്ദ്ര ലൈഫ് സ്പേസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് നെറ്റ് ലോസ് ഉണ്ടായിരുന്ന കമ്പനിയാണ്, ഈ തവണ 110 കോടി രൂപ പ്രോഫിറ്റായി. ക്യാമ്പസ് ആക്റ്റീവിയർ നെറ്റ് പ്രോഫിറ്റ് ഇവർ 46 നിന്ന് 63 നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. സ്റ്റോക്ക് നിന്ന് 6% റാലി രേഖപ്പെടുത്തി. സുന്ദരം ഫിനാൻസ് നെറ്റ് പ്രോഫിറ്റ് 460 നിന്ന് 540 ഉയർന്നു. ഗേറ്റ് വേ ഡിസ്പ്രാക്ട് കമ്പനി ഇവർ 25 ഏക്കർ ലാൻഡ് അക്യൂർ ചെയ്തു. ഭാരത് ഫോർജ് കമ്പനി ഇവരൊരു JV പ്രൊജക്റ്റ് സൈൻ ചെയ്തു എന്നുള്ളതാണ് ന്യൂസ്. ഈ ന്യൂസ് നമ്മളിത് കളക്ട് ചെയ്ത് ഇത് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു ടൈം കൺസ്യൂമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എന്നാൽ ഇതിന് ഇത്ര ടൈം കൺസ്യൂം ഉണ്ട്, ഇത് വലിയൊരു ഭീകര സംഗതിയാണ് എന്നുള്ള രീതിയിൽ ഞാൻ ഒരിക്കലും പറയാറില്ല. വളരെ സിമ്പിളായിട്ട് വന്നു പറഞ്ഞു പോകുക എന്നുള്ള കാര്യമാണ് ഉള്ളത്. അല്ലാതെ ഇത് വലിയൊരു ഭീകര കാര്യമായിട്ടൊന്നും പറയുന്നില്ല. കാരണം ഇതിലും ഭീകരമായിട്ടുള്ള ജോലി ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ നേരിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ചെറിയ ജോലിയാണ് ചെയ്യുന്നുള്ളൂ. പക്ഷേ നമ്മളുടെ കൂടെ ഉണ്ടാവണമെന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഗവൺമെൻറ്റിനെ പറ്റി നല്ലത് പറഞ്ഞാൽ പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണെന്നും, നേരെ മറിച്ച് ഇനി പറഞ്ഞാണെങ്കിൽ അങ്ങനെയും സംഭവിച്ചേക്കാമല്ലോ. മാർക്കറ്റിനെ പറ്റി നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ നെഗറ്റീവായിട്ട് എന്ന് പറഞ്ഞാൽ അപ്പോഴും തിരിച്ചും പറയരുതെന്നുള്ള കാര്യം ഞാൻ ഈ അനുകൂലിച്ച ആളുകളുടെ അടുത്ത് ഇനി പ്രതികൂലിക്കരുതെന്നും കൂടി ഉള്ള റിക്വസ്റ്റും കൂടി ഉണ്ട്. എനിവേ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.